നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എൻക്വയറി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സിനകത്തേക്ക് അതായത് +2 അതേപോലെ ഡിഗ്രി, ഡിപ്ലോമ, ITI, BTech, പോളി ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാനായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡ് പൊതുവേ സ്റ്റുഡൻസ് ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിലുള്ള സാലറി ഗ്രോത്ത് ആണ്. അപ്പോൾ അതാണ് അവരെ മെയിൻലി ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടർ. അപ്പോൾ ഇവർ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പലരും ഈ ഒരു ഫീൽഡിലൊരു പ്രോപ്പറായിട്ടുള്ളൊരു ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തുന്നില്ല. അതിൻ്റെ ഒരു റീസൺ എപ്പോഴും അവർക്ക് കിട്ടുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഒരു കമ്പനി ഡിമാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ആയിരിക്കും അവർ കൂടുതലായിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോഴ്സ് ഏതെങ്കിലും രീതിയിൽ കുറേ തിയററ്റിക്കലായിട്ട് കുറേ അധികം കാര്യങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് നാളെ ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുമ്പോൾ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതേപോലത്തെ ടെക്നിക്കൽ കോഴ്സ് ഏത് കോഴ്സ് ചൂസ് ചെയ്യുവാണെങ്കിലും പ്രാക്ടിക്കലി നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്മളുടെ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് പ്രോഗ്രാമിൻ്റെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ 4 സെക്ഷൻസായിട്ട് തിരിച്ചുകൊണ്ടാണ്. ഇതിൽ ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്. ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലും നമ്മൾ ക്വാളിറ്റിക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഏതൊരു ഇൻഡസ്ട്രിയിലും ഉണ്ട്. അതേപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലും നമ്മളൊരു പ്രോസസ്സ് സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് കംപ്ലീഷൻ സ്റ്റേജ് വരെ നമ്മൾ ക്വാളിറ്റി മെഷർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ചെയ്ത് വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. അതേപോലെ തന്നെ ഒരു സൈറ്റ് എടുത്താൽ അവിടുത്തെ ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പൊസിഷൻ കൂടിയാണ് QC എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോപ്പറായിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതിൽ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് NDT ആണ്. ഇപ്പോൾ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 7 ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്, അൾട്രാസോണിക്, മാഗ്നറ്റിക്, പെനട്രൻറ്റ്, വിഷ്വൽ ടെസ്റ്റിംഗ്, RTFI ആൻഡ് എഡ്ഡി കറണ്ട്. എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു NDT ടെസ്റ്റിംഗ് മെത്തേഡാണ്. അത് നമ്മൾ നമ്മുടെ കോഴ്സിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് ഇതിൽ ഓരോന്നിലും പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഫെസിലിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നാളെ ഇപ്പോൾ അവർ ഒരു ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ QCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷനാണ് പൈപ്പിംഗ് ആൻഡ് പൈപ്പ് ലൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ. അതായത് BTech, പോളി ഡിപ്ലോമയൊക്കെ കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാലറി ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് പൈപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടേക്ക് പൈപ്പിംഗ് സെക്ഷനിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പൈപ്പ് ലൈൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ്സ്. അപ്പോൾ ഈ ഐസോമെട്രിക് ഡ്രോയിങ്സ് റീഡ് ചെയ്യാൻ അറിയാതെ ഒരു പൈപ്പിംഗ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇൻഡസ്ട്രിയിലേക്ക് പോയി വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിലും പലർക്കും പൈപ്പ് ലൈൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ്സ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത് റീഡ് ചെയ്ത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചോ ഐഡിയ ഇല്ല. ഇപ്പോൾ നാളെ ഇവരൊരു ഇൻഡസ്ട്രിയിൽ ഒരു പൈപ്പ് ലൈൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ സൈഡിലും കൺസ്ട്രക്ഷൻ സൈഡിലുമാണ് മെയിൻലി നമ്മൾ ഈ ഒരു ഐസോമെട്രിക് ഡ്രോയിങ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സിംഗിൾ പേജ് ഡ്രോയിങ് ആയിരിക്കും. അതിനകത്ത് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ 3D മോഡലിംഗ് ആയിരിക്കും ചെയ്യുന്നത്. ഒരു 2D സർഫസിൽ ഒരു 3D മോഡലിംഗ് ആയിരിക്കും ചെയ്യുന്നത്. പൈപ്പ് ലൈൻ്റെ 3D മോഡലിംഗ് നമ്മളൊരു 2D സർഫസിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ ആ ഒരു ഐസോമെട്രിക് ഡ്രോയിങ്സിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. കാരണം കൺസ്ട്രക്ഷൻ സൈഡിൽ എൻജിനീയേഴ്സിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രോയിങ് വേണം. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് അതേപോലെ അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെക്കുറിച്ചിട്ട് ഉള്ള പ്രോപ്പർ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഐസോമെട്രിക് ഡ്രോയിങ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഈ ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു നോളജ് ഇല്ലാതാണ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു പൈപ്പിംഗ് സൈഡിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പൈപ്പിംഗ് ക്ലാസ്സുകളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഓരോ സ്റ്റുഡൻറ്റിനെ കൊണ്ടും പൈപ്പിങ്ങിൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ്സ് റീഡ് ചെയ്യാനായിട്ടും അതേപോലെ പൈപ്പിങ്ങിൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ്സിനകത്ത് വരുന്ന കമ്പോണൻസ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോന്നും സ്റ്റുഡൻസിനെ കുറിച്ച് മീൻസ് വാൽവ്, ഫ്ലാഞ്ചസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവരെ റീഡ് ചെയ്യാനായിട്ട് അതിൻ്റെ ഡയമെൻഷൻസ് നോക്കാനായിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കാനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റുഡൻസിനെ നമ്മൾ ഈ ഒരു ഐസോമെട്രിക് ഡ്രോയിങ്സ് റീഡ് ചെയ്യാനായിട്ട് കവർ ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു പൈപ്പിംഗ് സൈഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പൈപ്പ് ലൈൻ്റെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്.
അതായത് നമ്മൾ ASMEയുടെ പൈപ്പിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്താണ് സ്റ്റുഡൻസ് പഠിക്കുന്നത്. അപ്പോൾ ഈ ASMEയുടെ പൈപ്പിംഗ് സ്റ്റാൻഡേർഡ് കുറേ അധികം സ്റ്റാൻഡേർഡ്സ് നമുക്കിതിനകത്ത്, അതായത് പവർ പൈപ്പിംഗ്, അങ്ങനത്തെ പ്രോസസ് ഓഫ് പൈപ്പിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് പോകണമെങ്കിൽ മസ്റ്റായിട്ട് ഇവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് പ്രാക്ടിക്കൽ വൈസ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ലാബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐസോമെട്രിക് ഡ്രോയിങ് വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഒരു എഞ്ചിനീയർ ഒരു സൈറ്റിൽ ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നത്, അതിനകത്ത് എന്തൊക്കെ പൈപ്പിംഗ് കമ്പോണൻസ് ആയിരിക്കും. ഇന്നിപ്പോൾ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പൈപ്പിംഗ് കമ്പോണൻസും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പൈപ്പ് ലൈൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ്സ് വെച്ചിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ മോഡൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലാബിൽ. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത് ഓരോന്നും പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പുതിയ പുതിയ ടൈപ്പുകൾ വാൽവുകൾ, ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന വാൽവുകൾ പോലത്തെ കാര്യങ്ങളെല്ലാം ഇവർക്ക് പ്രാക്ടിക്കലി അതിനെ കണ്ടും അത് പിന്നെ പ്രവർത്തിപ്പിച്ചും മനസ്സിലാക്കാനായിട്ടുള്ളൊരു ഫെസിലിറ്റി നമ്മളുടെ പൈപ്പിംഗ് സൈഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് ജോബ് കിട്ടാൻ സാധ്യതയുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസിലി ആയിട്ട് ഇവർക്കൊരു എൻട്രി ലെവൽ ജോബിലേക്ക് എപ്പോഴും ക്വാളിറ്റിയിലാണ് കൂടുതലായിട്ട് പ്രിഫറൻസ് കിട്ടുക. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ജോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ സാലറീഡ് ആയിരിക്കും. അതേപോലെ തന്നെ ജോബിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വലിയൊരു റിസ്ക് ഉള്ളൊരു ജോബോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. കുറച്ചുകൂടി കംഫർട്ടായിരിക്കും, ഇവർ ആ വർക്കിൽ കുറച്ചുകൂടി കംഫർട്ടായിരിക്കും എന്നുള്ളതാണ് ക്വാളിറ്റി ജോബുകളുടെ പ്രത്യേകത. അപ്പോൾ പല സ്റ്റുഡൻസിൻ്റെ ഒരു മനസ്സിലുള്ളൊരു ധാരണയാണ്, ഇപ്പോൾ ഒരു QC പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു QC എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉടനെ ഒരിക്കലും ഇവരൊരു QC എഞ്ചിനീയർ എന്നുള്ളൊരു പൊസിഷനിലേക്കല്ല പോകുന്നത്. ആദ്യം നമുക്കൊരു ക്വാളിറ്റി ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു NDT ഇൻസ്പെക്ടർ ലെവലിലേക്കൊക്കെ ആയിരിക്കും നമ്മളൊരു ജോബിലേക്ക് പോവുക. അപ്പോൾ ആ ഒരു ഇൻസ്പെക്ടർ ലെവൽ ജോബിലിരുന്ന് ഇൻസ്പെക്ഷൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമായി, അതായത് ഇവരുടെ ഒരു പെർഫോമൻസ് ഒക്കെ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 to 3 ഇയർ എന്നുള്ളൊരു പെർഫോമൻസ് പീരീഡിൽ ഇവർക്കൊരു QC എഞ്ചിനീയർ എന്നുള്ള പൊസിഷനിലേക്കൊക്കെ എത്താനായിട്ട് പറ്റും. ഹൈ സാലറീഡ് ആയിട്ടുള്ള പൊസിഷനാണ്. അതേപോലെ തന്നെ ഒരു സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹൈ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ കൂടിയാണ് QC എഞ്ചിനീയർ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമതായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ സൈഡ്. അതായത് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് വരുന്നതിൽ മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ സൈഡ് വൈസ് ചെയ്തിട്ടുള്ള ജോബ്, അതായത് റിഗ്, റിഫൈനറി, പവർ പ്ലാന്റ്, അങ്ങനത്തെ പ്രൊഡക്ഷൻ സൈഡ് വൈസ് ചെയ്തിട്ടുള്ള ജോബ് വേണമെന്നാണ് പലരുടെയും ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും പലർക്കും ഈ ഒരു ഫീൽഡിലേക്ക് എത്താൻ പറ്റാത്തതിനുള്ളൊരു റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രാക്ടിക്കലി ഉള്ള എക്സ്പീരിയൻസിൻ്റെ കുറവാണ്. ഇപ്പോൾ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ പ്രൊഡക്ഷൻ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നൊരു കാര്യമാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ. അതായത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇൻസ്ട്രുമെൻറ്റുകൾ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ഇൻസ്ട്രുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് പ്രോപ്പറായിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ നിരവധി ഇൻസ്ട്രുമെൻറ്റുകൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ക്രൂഡിൻ്റെ പ്രോസസ്സിങ് ടൈം അല്ലെങ്കിൽ ഓയിലിൻ്റെ എക്സ്ട്രാക്ഷൻ ടൈമിലൊക്കെ ഒരുപാട് എക്യുപ്മെൻറ്റ്സുകൾ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ പ്രാക്ടിക്കലി ഇവർ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാനും അതേപോലെ ഇതിൻ്റെ റീഡിങ് എടുക്കാനും അത് കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കാം. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കൺട്രോൾ വാൽവ്സ്, അതേപോലെ പ്രഷർ ട്രാൻസ്മിറ്റർ, ഡെഡ് വെയ്റ്റ് കാലിബ്രേറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ, VFDs, പ്രഷർ ട്രാൻസ്മിറ്റർ, പ്രഷർ ഗേജസ്, ട്രാൻസ്മിറ്റേഴ്സ്, ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റുകൾ അത് പ്രവർത്തിപ്പിക്കുക, അതിൻ്റെ റീഡിങ് എടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റുഡൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇവർക്ക് ഈ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ജോബ് പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവർക്ക് കാലിബ്രേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ അവർക്ക് കാലിബ്രേഷൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ലാബിൽ ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഡെഡ് വെയ്റ്റ് കാലിബ്രേറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ആ ഒരു കാലിബ്രേറ്റർ വെച്ചിട്ട് സ്റ്റുഡൻസിനെ പ്രാക്ടിക്കലി ചെയ്യണം. അതെങ്ങനെയാണ് ആ ഒരു ഡെഡ് വെയ്റ്റ് കാലിബ്രേറ്റർ ഇവർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ റീഡിങ് എടുക്കുന്നത്, അത് വെച്ച് എങ്ങനെയാണ് ഇവർ പ്രഷർ ചെക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാക്ടിക്കലി അതിന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളും
നമ്മളുടെ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ ലാബിൽ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റുഡൻസിനും ഇതിൽ ഓരോന്നും പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഫെസിലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നാളെ ഇവർ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ പ്രൊഡക്ഷൻ സൈഡിലേക്ക് ചെല്ലുമ്പോൾ ഇവർക്ക് ഈ ഇൻസ്ട്രുമെൻറ്റുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് കാണുമ്പോൾ ഇത് ഇവർ നേരത്തെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടില്ല, റീഡിങ് എടുക്കാൻ അറിയില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ സ്റ്റുഡൻസിനുണ്ടാവില്ല. കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടായിരിക്കും ഒരു പ്രൊഡക്ഷൻ സൈഡിൽ ഒരു ബെറ്റർ ജോബ് പൊസിഷനിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ പ്രാക്ടിക്കലാണോ ഒരു ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നത് ആ രീതിയിലുള്ള എല്ലാ പ്രാക്ടിക്കൽസും നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ ലാബ് ത്രൂ നമ്മൾ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ സൈഡ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു സെക്ഷനാണ് റിഫൈനറീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സെക്ഷനാണ് റിഫൈനറി എന്ന് പറയുന്നത്. ഇപ്പോൾ റിഫൈനറിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണ്ടുന്നൊരു സെക്ഷനാണ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ അറ്റ്മോസ്ഫറിക് ഡിസ്റ്റിലേഷൻ, വാക്വം ഡിസ്റ്റിലേഷൻ, കാറ്റലിക് ഡിസ്റ്റിലേഷൻ, അങ്ങനെ ഡിസ്റ്റിലേഷനെ കുറിച്ച് പ്രാക്ടിക്കലി സ്റ്റുഡൻസിന് ഒരു നോളജ് ഉള്ളത് അവർക്ക് ഒരു റിഫൈനറിയിലെ ജോബിലേക്ക് എത്തുമ്പോൾ അവർ കുറച്ചുകൂടി യൂസ്ഫുൾ ആകും. അപ്പോൾ നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു റിഫൈനറി എടുത്താൽ, അതേപോലെ റിഗ് എടുത്താൽ, പവർ പ്ലാന്റ്, കെമിക്കൽ പ്ലാന്റ്, ഇവിടെയൊക്കെ നടക്കുന്ന പ്രോസസ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലി നമ്മൾ സ്റ്റുഡൻസിന് എക്സ്പീരിയൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു സെക്ഷനാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് സേഫ്റ്റി ബേസ് ചെയ്ത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോബ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ കാൻഡിഡേറ്റ് അത്യാവശ്യം സേഫ്റ്റിയെക്കുറിച്ചുള്ള ഒരു അവയർനെസ് അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലും ഇവർക്ക് ഈ ഒരു സേഫ്റ്റി ക്ലാസ് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മളുടെ ഈ ഒരു സേഫ്റ്റി ട്രെയിനിങ്ങിനകത്ത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, അതേപോലെ ഫയർ ആൻഡ് സേഫ്റ്റി, എർഗോണമിക്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു സേഫ്റ്റി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് സ്റ്റുഡൻസിന് കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രൊഫഷണലായി മാറാനായിട്ട് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ത്രൂ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ബിടെക്, ഡിപ്ലോമ, ITI, +2 ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് ഓയിൽ ആൻഡ് ഗ്യാസ് പ്രോഗ്രാം ചൂസ് ചെയ്യുന്നത് ബെറ്ററാണ്. അവർക്ക് ബെറ്റർ ആയിട്ടുള്ള സാലറി ഗ്രോത്തിലേക്ക് എത്താം. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം, അതായത് നമുക്കിപ്പോൾ ഒരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിലും പ്രൊഡക്ഷനിലേക്കാണെങ്കിലും സേഫ്റ്റിയിലേക്കാണെങ്കിലും ഇൻസ്ട്രുമെൻറ്റേഷനിലേക്കാണെങ്കിലും അതിനാവശ്യമായിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് മാത്രം നമ്മൾ നോക്കുക. കാരണം നാളെ നിങ്ങൾ ഇൻഡസ്ട്രിയിലേക്ക് പോകണം. ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രാക്ടിക്കലി അവിടെ ചെയ്യാൻ പറ്റണം. ഒരു കമ്പനിയിലേക്ക് ചെന്ന് ഇപ്പോൾ നിങ്ങളൊരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യേണ്ടി വരുവാണ്, ആ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ റീഡിങ് എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല, അത് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ കേസിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ബെറ്റർ പൊസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ എയിം ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഒരു ബെറ്റർ പൊസിഷനിൽ ഒരു ഹൈ സാലറീഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണൽ ആകുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രം കോഴ്സുകൾ ചൂസ് ചെയ്യുക.